ഹായ്. അപ്പോഴേ നമുക്കിന്ന് മുട്ടത്തോട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ മുട്ടത്തോട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോടും അതുപോലെ തന്നെ തേയില, ഇതിപ്പോൾ ഞാൻ ഈ തേയില എടുത്തതേ ഉള്ളൂ, നല്ലൊരു മണമുള്ള തേയില, ഏത് തേയില വേണേലും കുഴപ്പമില്ല കേട്ടോ. അപ്പം അതേപോലെ തന്നെ ഒരു പകുതി വാടിയ നാരങ്ങയുടെ തോടും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ നീര് ഉണ്ടായാൽ മതി. പിന്നെ സോപ്പ് പൊടി, അപ്പം പിന്നെ വേണ്ടത് ഉപ്പ് പൊടിയാണ്. അപ്പോൾ ഇത്രയും മാത്രം മതി. നമ്മളെ വീട്ടിൽ എന്തായാലും ഈ സാധനങ്ങളൊക്കെ കാണുമല്ലോ, നിസ്സാരമായി കാണുന്ന ഈ സാധനങ്ങൾ മാത്രം മതി. ഇനിയിപ്പോൾ ഈ മുട്ടത്തോട് നമുക്ക് ആദ്യം ഒന്ന് മിക്സി ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബ്ലേഡിന് മൂർച്ചയില്ലെങ്കിൽ ഇതുപോലെ ജാറുകൾക്ക് മൂർച്ച കൂട്ടാനും ഈ മുട്ടത്തോടിട്ട് പൊടിച്ചാൽ മതി. ജാറ് നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും കേട്ടോ. ഇപ്പോൾ അത്രയും മുട്ടത്തോട് പൊടിച്ചപ്പം ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊന്നും എനിക്ക് ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ എത്രമാത്രം ക്ലീനിങ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു പകുതി മുട്ടത്തോടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സി ജാറിൻ്റെ മൂർച്ചയൊക്കെ നല്ല രീതിയിൽ കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഏത് ജാറ് വേണേലും ഇതുപോലെ മുട്ടത്തോടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. നമുക്കതിനകത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സോപ്പ് പൊടി ഇല്ല എങ്കിൽ ലിക്വിഡ് വാഷ് ഉണ്ടല്ലോ, അതാണേലും മതി കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് പൊടിയാണ്. അപ്പോൾ ഉപ്പ് പൊടിയും മുട്ടപ്പൊടിയും മുട്ടത്തോടിൻ്റെ പൊടിയും അതേപോലെ തന്നെ സോപ്പ് പൊടി നല്ല അടിപൊളിയാണ്, വെളുക്കാൻ നല്ലൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി, മുട്ടത്തോടിൻ്റെ പൊടി, അതുപോലെ തന്നെ സോപ്പ് പൊടി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് തേയിലയാണ്. തേയില ഏത് വേണേലും എടുക്കാം. ഇതിപ്പം നല്ലൊരു മണമുള്ള തേയിലയാണ്ട് ഞാനിതെടുത്തിരിക്കുന്നത്. അപ്പോൾ തേയിലയും കുറച്ച് മാത്രം മതി. ഒരു 1/2 സ്പൂൺ അളവിൽ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേയിലയും നല്ല ക്ലീനിങ്ങിന് പറ്റിയ സാധനം തന്നെയാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളിയാണ്. സാധാരണ നമ്മൾ സോപ്പ് പൊടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നാരങ്ങ വാടിയ നാരങ്ങ മതി. നമുക്ക് അതിനകത്തുള്ള ആ ഒരു അല്ലി മതി കേട്ടോ. അതെല്ലാം അതിനകത്തോട്ടൊന്ന് അടത്തിയെടുക്കുക. ഇതിനകത്ത് ഞാനിപ്പം വെള്ളമൊന്നും ഒഴിക്കത്തില്ല. പൊടി തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ. നാരങ്ങ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ അത്രയും നല്ലത്. ഇപ്പം ഞാൻ പകുതി നാരങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ ബാക്കി ഇത്രയും മുട്ടത്തോടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് എത്ര ബാത്റൂം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ. ഈ പൊടികളുടെയൊക്കെ അളവ് കൂട്ടാം. ഇതിപ്പോൾ ഞാൻ ഒരു ബാത്റൂം കഴുകി ആദ്യം കാണിക്കാം. അതുപോലെ ക്ലോസറ്റ്, വാഷ് ബേസിൻ, സിങ്ക്, പാത്രങ്ങൾ എല്ലാം ഈ ഒരൊറ്റ പൊടി മതി. അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചാരമിട്ടൊക്കെ സ്റ്റീൽ പാത്രമൊക്കെ തേച്ച് എഴുതത്തില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പൊടി മതി. ഇതിപ്പോൾ ഞാൻ കവറ് കൈ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ വെച്ച് തേക്കുന്ന കണക്ക് ബ്രഷ് വെച്ച് തേച്ച് എത്രയാണേലും ശരിയാവില്ല. കാരണം നമുക്ക് ബ്രഷ് കയറാത്ത ഭാഗങ്ങളിലൊക്കെ കൈ വെച്ച് തേക്കുന്നതല്ലേ ഏറ്റവും നല്ലത്, ക്ലീനിങ്ങിന് നല്ലത്. അപ്പോഴത്തേനും നമ്മുടെ കയ്യിലൊരു കവർ കെട്ടി കൊടുത്താൽ മതി. ഈ കവർ എന്തായാലും ഒരു ബാത്റൂം തേച്ച് തീരുന്നവരെ ആ കവർ കൈ കിടക്കും കേട്ടോ. അപ്പം ഇതിനി നമുക്ക് ബാത്റൂമിലോട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് നല്ല രീതിയിൽ ബാത്റൂമിൻ്റെ ടൈല്, വോൾ ടൈലും അതുപോലെ തന്നെ ഫ്ലോർ ടൈലും എല്ലാം ഇത് വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ആക്കാവുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ കറയുണ്ട്. നമ്മൾ കുളിക്കുമ്പോഴത്തേനും സോപ്പും വെള്ളമൊക്കെ വീണിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോളം നമുക്ക് ക്ലീനായിട്ട് തന്നെ നടക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് പൊടിയെടുക്കാം. ഉണ്ടോ, നമ്മൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് വെച്ച് തേച്ച് കൊടുക്കുക ചെയ്യുന്നുണ്ടോ. നമുക്ക് ബ്രഷൊക്കെ വെച്ച് തേക്കുമ്പോൾ ഒരു തൃപ്തി കാണത്തില്ല. നമ്മുടെ കൈ വെച്ച് തേക്കുന്ന കണക്ക് ഒരു തൃപ്തി വരത്തില്ല. കാരണം ടാപ്പൊക്കെ ആണെങ്കിലും നമുക്ക് ഈ കൈ വെച്ചിട്ട് തന്നെ തേക്കാം. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് തേച്ച് വരിക കേട്ടോ. ആദ്യം നമ്മൾ ടൈലിനകത്ത് വെള്ളം ഒഴിച്ച് കിടക്കുക. കാരണം ടൈൽ ഉണങ്ങി കിടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പൊടിയും വെള്ളം ഒഴിക്കാത്തതാണല്ലോ. അപ്പോൾ ടൈലിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ഈ പൊടി വെച്ച് അപ്പി വെച്ചിട്ടങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇങ്ങനെ തേക്കുമ്പം തന്നെ ഒന്ന് തൊട്ടാൽ മതി. ഒരു ബ്രഷ് ഇട്ട് തേക്കുന്ന കണക്കോ ഒന്നും വേണ്ട കേട്ടോ. കൈവച്ച് എല്ലായിടത്തും നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് തീർത്ത് വരിക. അപ്പോൾ എളുപ്പമായിരിക്കും. എവിടെയൊക്കെ തേച്ച് എവിടെയൊക്കെ തേച്ചില്ല എന്നുള്ള നമുക്ക് കൺഫ്യൂഷനില്ല. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് തേച്ചിട്ട് ലാസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ കണ്ടോ, ഒരു ഭാഗം തേച്ച് കയറുന്നു. ലാസ്റ്റ് അതുപോലെ തന്നെ അടുത്ത ഭാഗവും ഇതുപോലെ തേക്കുക. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് താഴ്ഭാഗം തേച്ച് കൊടുക്കുക കേട്ടോ. മേളെല്ലാം തേച്ചതിന് ശേഷം താഴ്ഭാഗം തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടോ, രണ്ടാമത്തെ ഭാഗവും തേച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. ഇങ്ങനെ ഒന്ന് ഓട്ടിച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മാസങ്ങളോളമായി ഇങ്ങനെ തേച്ചിട്ട് കണ്ടോ. അപ്പോൾ തേച്ച് ആ ഭാഗവും തേച്ച് കയറുന്നു. ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കാവേ. കണ്ടോ, വെള്ളം ഒഴിച്ചപ്പോഴത്തേനും നോക്കേ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം. കണ്ടോ, ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് കാണിക്കാത്തത്. പിന്നെ ഇനി നമുക്ക് അതിൻ്റെ ക്ലോസറ്റ് ഇത് വെച്ച് തേക്കുമ്പോൾ തന്നെ ആ ഇടയിലൊക്കെ നമുക്ക് പോവാനൊക്കെ പാടായിരിക്കും അല്ലേ. ബ്രഷ് ഇട്ട് തേക്കുമ്പോഴത്തേനും ഇടയിലൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് വെച്ച് ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഇതുണ്ട്, ഇതേപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ക്ലോസറ്റിൻ്റെ സൈഡ് ഭാഗം ഇടയിലൊക്കെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാവേ. ഉണ്ടോ, പെട്ടെന്ന് തേച്ചതിനടുത്ത് പെട്ടെന്ന് തന്നെ ബാത്റൂം ഫുള്ളായിട്ട് ഞാൻ കഴുകി തീർന്നിട്ടുണ്ട്. വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൊടികൾ താഴെ വീഴുമ്പം തന്നെ നമുക്ക് ടൈല് താഴെ തറയിലൊന്നും തേച്ച് കഴിയേണ്ട കാര്യമില്ല. കാരണം ആ പൊടി വീഴുമ്പം തന്നെ ടൈല് വെളുക്കും. അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിന് മുട്ടത്തോട്. അപ്പം കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കവറും ഞാൻ ഊരിയിട്ടുണ്ട്. ഇനി ഫുള്ള് വെള്ളം ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ടൈല് ഫ്ലോർ ടൈലും അതേപോലെ തന്നെ നമ്മുടെ ഈ പൊടി വീണിട്ട് നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് തേച്ച് കാണിക്കാം ലാസ്റ്റ്. ഉണ്ടോ, വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ വെട്ടി തിളങ്ങുന്നുണ്ടോ, എത്ര നല്ല കറയായിട്ട് കരിമ്പനായിട്ട് നിന്നതാണ്. ഇനി നമുക്ക് മാസങ്ങളോളം ഇതുപോലെ തന്നെ കിടന്നോളൂ. പെട്ടെന്ന് കയറി പിടിക്കത്തില്ല കേട്ടോ. സാധാരണ നമ്മൾ സോപ്പ് മാത്രം ഇട്ട് തേച്ച് ചെയ്യുമ്പോഴത്തേനും വീണ്ടും ഇത് അഴുക്കാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഞാൻ തറയൊന്നും തണ്ട് വെറുതെ ഒന്ന് തേക്കുന്നതേ ഉള്ളേ. കാരണം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയായ ടിപ്പാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഉണ്ടോ, തറ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടോ, കണ്ണാടി പോലെ. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് എനിക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിന്ന് ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.